ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ തന്നെ ഇരുന്ന് മടുത്തതുകൊണ്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയേക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ കോഫി സ്പോട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കോഫിയാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കാശിയിൽ കോഫിയും ചായ എല്ലാം കിട്ടുന്നത് ഈ ഗുൽമണ്ട് എന്ന് പറയുന്ന ഈ ചെറിയ മൺപാത്രത്തിലാണ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കോഫിക്ക്. അപ്പോൾ ആ ഗുൽമണ്ടിൻ്റെ കളക്ഷൻ എനിക്കുള്ളതുകൊണ്ട് ആ 3 ഗുൽമണ്ട്സ് ഞാൻ എടുത്തു. നമ്മളെടുപ്പുണ്ടേ വെള്ളം കയറി കിടക്കുമെന്നാണ്. അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് നോക്കണമല്ലോ എവിടെ വരെ വെള്ളം ആയെന്നുള്ള കാര്യം. അതിന് ഞങ്ങൾ വിളിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ അതെ, കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഗാഡ്സിൽ പോകാനുള്ള തുറ ഇങ്ങനെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഗാഡ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോണ വഴിക്കാണ് ചന്ദനയുടെ ചെരുപ്പ് പൊട്ടിപ്പോയത്. അങ്ങനത്തെ റോഡ് സൈഡിൽ കണ്ട ഒരു കടയിൽ കയറി ഒരു ചെരുപ്പൊക്കെ അങ്ങ് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെറിയ കടയിൽ കയറിയിട്ട് ഈ ക്ലിപ്സിനൊക്കെ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏത് ക്ലിപ്പ് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ നേഹേൻ്റെ തലയിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ക്ലിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ദശാശ്വമേധ് ഘാട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ചങ്ക് തകർക്കുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ ഗട്ട്സ് ഇങ്ങനെയല്ല, കാരണം മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലാത്ത രീതിയിൽ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. നമുക്ക് വേറെ ഗാഡ്സിലേക്കോ ഇങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അമ്പലത്തിൽ കയറി തൊഴാൻ മാത്രമാണ് ഈ സമയത്ത് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് കാശിയിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വേറെ ഗാഡ്സ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഞങ്ങളൊരു റിക്ഷ എടുത്ത് തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടം എടുത്തു. അപ്പോൾ ഷബ് ഞങ്ങൾക്ക് സോഡ നാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആൾ കുറച്ച് ഷോ ഇറക്കിയതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ എവരിവൺ.